ഹലോ, ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഇതാ രാവിലത്തെ കറി എന്ന് പറയാൻ ഇന്ന് വെള്ളരിയും പരിപ്പും കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അന്നേരം ഇതാ വെള്ളരിയൊക്കെ ഒരു കഷ്ണം എടുത്തുള്ള ഒരു വെള്ളരീൻ്റെ ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ, പകുതി. അതും 2-3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പരിപ്പും കൂടെ കഴുകാൻ എടുത്തിട്ട് പോവുകയാണ് കേട്ടോ. അത് 2 പിടി പരിപ്പും എടുക്കുന്നുണ്ട്. രാവിലെ നമ്മൾ ഒന്നിച്ചാണ് കേട്ടോ കറി അങ്ങോട്ട് വെക്കുക. അന്നേരം ഇതൊക്കെ കൂടെ കഴുകി പരിപ്പും വെള്ളരിയും പച്ചമുളകൊക്കെ കഴുകി പച്ചമുളകൊക്കെ മുറിച്ചിട്ട് മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളരിയും പരിപ്പും കൂടെ അടുപ്പിൽ വേഗം വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഒരു വിസിലടിച്ചാൽ മതി, നമ്മളെ വെള്ളരി വെന്തിട്ടു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കട്ടൻ ചായ കൂടി കഴിഞ്ഞു. അന്നത്തേക്ക് ചോറിന് വെള്ളം രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ചൂടായിട്ടുണ്ട്. പോയി അരിയൊക്കെ ഇട്ടിട്ട് അരിയൊക്കെ ഇടാണ് കേട്ടോ. പൊന്നൂസിന് ഇന്ന് നേരത്തെ പോകണം, അതുകൊണ്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. നേരത്തെ എഴുന്നേറ്റു, 5 മണിക്ക് എഴുന്നേറ്റു. അവൾക്ക് 7:45 പോകണം, അതുകൊണ്ടാണ് കേട്ടോ നേരത്തെ എണീക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ 5:45 ആകുമ്പോൾ എഴുന്നേറ്റാൽ മതി. അരി അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ കിടന്ന് വെന്തോളും. എനിക്ക് എൻ്റെ ബാക്കിയുള്ള പരിപാടികൾ എടുക്കുകയും ചെയ്യാം. റേഷൻ അരി ഇപ്രാവശ്യം കിട്ടിയത് വേഗം വേകുന്ന അരിയാണ് കേട്ടോ, അധികം വേവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു സമാധാനം കേട്ടോ. റേഷൻ അരി വേഗം വെന്ത് കിട്ടുന്നതുകൊണ്ട് ഒരു സമാധാനമാണ്. അല്ലെങ്കിൽ വേകാത്ത അരിയൊക്കെ ആണെങ്കിൽ രാവിലെ നേരത്തെ വേകൂല, ഭയങ്കര പാടാണ് കേട്ടോ. നേരെ മുകളിൽ കൊത്തിവെച്ച വിറകുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മൂപ്പരിപ്പോൾ പണിക്ക് പോകുന്നതുകൊണ്ട് ലീവില്ലാത്തതുകൊണ്ട് വിറക് കൊത്തി വെക്കലില്ല. അന്നേരം അപ്പുറത്തുനിന്ന് വിറക് എടുത്തിട്ടാണ് കത്തിക്കുന്നത്. അല്ലെങ്കിൽ കൊത്തിവെച്ച വിറകുണ്ടാകുമ്പോൾ വേഗം അവിടെ നിന്ന് അങ്ങോട്ട് എടുത്ത് കത്തിച്ചാൽ മതി, നല്ല വേഗം കത്തുകയും ചെയ്യും. ഈ വിറക് കുറച്ചൊരു തണുപ്പ് പിടിച്ചു കേട്ടോ, എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല ഉണങ്ങിയ വിറകാണ് കേട്ടോ. നേരത്തേക്ക് നമ്മൾ അരിയൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കുക്കറൊക്കെ വിസിലടിച്ചു, അതൊക്കെ ഓഫാക്കി വെച്ചു. പിന്നെ അരയ്ക്കാനുള്ളത് തേങ്ങയും ചെറിയ ജീരകവും ഒരു ചെറിയ കഷ്ണം ഉള്ളിയും ഒരു അല്ലി വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും ഒക്കെ കൂടെ ഇട്ട് അരച്ചു. ഇതാ കറിയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കടുകൊക്കെ പൊട്ടിച്ച് താളിച്ചൊഴിച്ചായിരുന്നു. കുക്കറിൽ ഇതിനകത്തേക്ക് മാറ്റിയപ്പോൾ തന്നെ ഞാൻ ചട്ടിയിൽ കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ടുണ്ട് ഇതിനകത്തേക്കാണ് ഒഴിച്ചെടുത്തത്. കറിയൊക്കെ റെഡിയാക്കി മാറ്റി വെച്ചു. അന്നേരം നമ്മളെ ചോറൊക്കെ ആയിട്ടുണ്ട്. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാനുള്ള വെള്ളം ഉണ്ട് കേട്ടോ അടുപ്പത്ത് വെച്ചിന്. ഇതാ ചോറൊക്കെ 2 തിള തിളക്കുമ്പോഴത്തേക്കും ചോറ് വേകും കേട്ടോ. അന്നേരം ചോറ് ഊറ്റിയാണ്. ചോറ് ഊറ്റി വെക്കണത് ഇത് മുട്ടിയാണ്, നമ്മൾ ഇറച്ചി വെട്ടുന്ന മുട്ടിയാണ്, അത് പുളിമുട്ടിയാണ് കേട്ടോ. അന്നേരം അത് അവിടെ ഇരിക്കുന്നുണ്ട്, എനിക്ക് വലിയ സുഖമാണ്. അല്ലെങ്കിൽ ഇതിനകത്തേക്ക് എടുത്തുകൊണ്ടിട്ട് ഊറ്റി വെക്കാൻ പേടിയാണ്. കുഞ്ഞാപ്പ് വന്നിട്ട് തട്ടുള്ള പേടി. ഇവിടെ പെട്ടെന്ന് അവളങ്ങ് തട്ടൂല, അതിൽ കൂടെ അങ്ങ് നോക്കി ഇറങ്ങിപ്പോവും. അകത്ത് വെച്ച് ഊറ്റലില്ല. ഞാൻ ഇവിടെ വെച്ച് ഊറ്റിയിട്ട് ചോറെടുത്ത് അകത്തേക്ക് കൊണ്ടുപോകലാണ് കേട്ടോ. ഒന്നും ചെയ്യുക. പിന്നെ ഇതിനൊക്കെ എടുത്തിട്ട് അകത്തേക്ക് പോകാനുള്ളൊരു മടിയും കൊണ്ടാണ്. പിന്നെ കരി ആയതുകൊണ്ട് അവിടെയൊക്കെ തട്ടി മുട്ടിയാവും, അതൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ നിലത്ത് വേണ്ടേ ഊറ്റി വെക്കാനും, മുകളിൽ ഊറ്റി വെക്കാനും പേടിയാണ്. ഇവിടെ തന്നെ ഊറ്റിയിട്ട് ചോറ് അങ്ങോട്ട് എടുത്തിട്ട് പോക്കട്ടെ. അന്നേരം കുടിക്കാനുള്ള വെള്ളം കൂടെ അടുപ്പത്ത് അങ്ങോട്ട് തിളയ്ക്കാൻ വെക്കുന്നുണ്ട്. നേരത്തേക്ക് ഇതാ മുതിരയാണ് കേട്ടോ. ഉപ്പേരിക്കുള്ളത് കുറേ ദിവസമായി മുതിര കറി വെച്ചിട്ട്. എന്നിട്ട് ഉപ്പേരിക്ക് മുതിര ഞാൻ തലേന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം അത് നന്നായി പൊതിർന്ന് വന്നിട്ടുണ്ട്. അന്നേരം അതിൻ്റെ അകത്തേക്ക് ലേശം മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് കുക്കറിലിട്ടിട്ട് 2-3 വിസിലടിച്ചപ്പോഴേക്കും നമ്മളെ മുതിര വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ഇന്ന് കടി എന്ന് പറയുന്നത് ചപ്പാത്തിയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ചപ്പാത്തി കുഴക്കലും പരത്തലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഷാണിനും കൊണ്ടുപോകണം. അന്നേരം ഷാണിന് വേണ്ട ഇന്ന് ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടില്ല. അന്നേരം പൊന്നൂസ് അതിൻ്റെ ഇടയിൽ കൂടെ കഴിച്ചു. അത് നമ്മളെ മുതിരക്ക് ഉള്ളതാണ് കേട്ടോ. മുതിര താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകൊക്കെ പൊട്ടിച്ച് ഒരു അരക്കഷ്ണം സവാള എടുത്തിട്ടുണ്ട്. സവാളയും പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. അത് മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഇതിൽ മുന്നേ മമ്പയർ ഇങ്ങനെ തോരൻ വെച്ചായിരുന്നു കേട്ടോ. മമ്പയർ തോരൻ വെക്കുന്ന അതേ രീതിയിൽ തന്നെ വെക്കണേ. കുരുമുളകൊന്നും ഇടുന്നില്ല കേട്ടോ, കുട്ടിയൊക്കെ തിന്നേണ്ടതുകൊണ്ട്. ഇപ്പോൾ വെയിലും അല്ലേ, അന്നേരം പിന്നെ ഞാൻ കുരുമുളകൊന്നും ഇടുന്നില്ല. അന്നേരം സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴഞ്ഞ് വരണം കേട്ടോ. ഉപ്പും മഞ്ഞൾ ഇട്ട് വെച്ചുകൊണ്ട് തന്നെ ഉപ്പും മഞ്ഞൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ സവാള ഒരുവിധം വേഗം വഴഞ്ഞ് കിട്ടും കേട്ടോ. ഒരു ചപ്പാത്തി ചൂടുന്നുണ്ട്, ഉപ്പേരീൻ്റെ ഇടയിൽ കൂടെ ആക്കുന്നുണ്ട്. ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ എനിക്കിനി ചപ്പാത്തി അത്യാവശ്യം പണികൾ ഒതുക്കി വെച്ചിട്ട് വേണം. കുഞ്ഞാപ്പ് എണീറ്റിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ കുഞ്ഞാപ്പ് എണീക്കാത്തതുകൊണ്ടാണ് വേഗം പണികൾ നടക്കുന്നത്. കുഞ്ഞാപ്പ് എണീറ്റ് കഴിഞ്ഞാൽ കുറേ അവളെ പുറകെ അങ്ങനെ ഇങ്ങനെയും പോകും. ചപ്പാത്തിയൊക്കെ ചൂടുന്ന നേരത്ത് നമ്മളെ കുഞ്ഞാപ്പ് കുട്ടി അവിടെ എങ്ങനെ എഴുന്നേറ്റ് വരുന്നുണ്ട്. ഏകദേശം ഒരു 7 മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ. വെയിലൊക്കെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് 7 മണി ആകുമ്പോഴത്തേക്ക് തന്നെ കേട്ടോ. 7:30 ആകുമ്പോഴത്തേക്കും വെയിൽ വീട്ടിൻ്റെ ഉള്ളിലെത്തും. നേരെ നമ്മൾ വീട്ടിൻ്റെ മുന്നിൽ നിന്നാണ് കേട്ടോ വെയിൽ വരുന്നത്. അതുകൊണ്ട് കുഞ്ഞാപ്പൂൻ്റെ മുഖത്തൊക്കെ നല്ല സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്. അത് ചക്കരേനോടുള്ള അടിപിടുത്താണ് കേട്ടോ. കിടന്നിട്ട് എഴുന്നേറ്റ് വരുന്നത് രണ്ടും കൂടെ ഓരോരോ തിരിപ്പിത്തിരിയും കൊണ്ടാണ് വരുന്നത്. ചക്കറിന് ഭയങ്കര സ്നേഹമാണ്, ഇന്ന് അടിപിടി ഇല്ല തോന്നുന്നുണ്ട്. ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്ത് വീഡിയോസ് ഗാലറിയിൽ നിന്ന് എടുക്കുമ്പോൾ കേട്ടോ ഈ വീഡിയോസൊക്കെ കാണുന്നത്. ചക്കരക്ക് ഉമ്മ കൊടുക്കലാണ് കേട്ടോ ഭയങ്കര. അതൊക്കെ കഴിഞ്ഞ ആളിങ്ങോട്ട് എണീറ്റ് വന്നു കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് അപ്പമൊന്നും ചായ കുടിക്കില്ല. ചില ദിവസങ്ങളിൽ മാത്രമേ കുടിക്കുള്ളൂ, രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ. ചില ദിവസങ്ങളിൽ കുടിക്കുകയൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ കടി എന്തെങ്കിലും കാക്കിയിട്ട് കൊടുക്കുമ്പോഴേ കുടിക്കുകയുള്ളൂ. അന്നേരം അവളെ കലാപരിപാടികൾ അവിടെ അങ്ങനെ നടക്കുന്നുണ്ട്. ഞാനിതാ ഉള്ളിയൊക്കെ അന്നേരത്തേക്കും വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും പച്ചമുളകും വഴറ്റി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി അത്ര എരിവുള്ള മുളക് പൊടി അല്ല കേട്ടോ.
മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും മസാലകൾ ചേർക്കുന്നില്ല, വെറും മുളക് പൊടിയോ മാത്രമേ ചേർക്കുള്ളൂ. വേറെ ഏതെങ്കിലും ടൈപ്പിൽ മുതിര വെക്കാൻ പറ്റുമെങ്കിലും ഒന്ന് പറയണം കേട്ടോ, എനിക്കറിയില്ല. ഞാൻ വേറെ ടൈപ്പിലൊന്നും മുതിര വെച്ചിട്ടില്ല. അത് ഞാൻ വേവിച്ച വെള്ളം അങ്ങോട്ട് മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. അന്നേരം ചക്കര ഒന്ന് തിന്നോക്കണ്ട അതിൻ്റെ ഇടയിൽ കൂടെ. അന്നേരം മുതിര ഇങ്ങനെ തന്നെ ആ വെള്ളത്തോട് കൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു. കാരണം അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് മുളക് എരിവ് ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അതിലൊന്ന് കിടന്ന് ആയിക്കോട്ടെ വിചാരിച്ചു കേട്ടോ. അന്നേരം അത് പൊന്നൂസ് അന്നേരത്തേക്ക് പോകാൻ ഇറങ്ങി. അവൾ ഇതായിരുന്നു SPCൻ്റെ കോട്ട ആദ്യമായിട്ടാണ് ഇട്ടിരുന്നത്. കഴിഞ്ഞ ദിവസം പനിയായിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല. അതായിരുന്നു SPCൻ്റെ കോട്ടൊക്കെ ഇട്ടിട്ടാണ് പോകണേ. ചാട്ടം പോകുന്ന പോക്കിന് ഓളയും കൂടെ കൊണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ വീഡിയോ എടുക്കാൻ പോയി ബോഡി അവിടെ നിന്ന് മറ്റേ ഓടിച്ചു വിട്ടിട്ടാ. അതായത് അച്ഛനും മോളും കൂടെ പോയിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോയത്തേക്ക് മോളിൽ കുറേ ആൾക്കാരിട്ടോ. പിന്നെ വീഡിയോ എടുക്കാൻ ഒരു മടി, അന്നേരം ദൂരത്തുനിന്ന് അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നാണ് കേട്ടോ. അന്നേരത്തേക്ക് ഞാൻ ഇതാ മുകളിലൊക്കെ പോയി വരുമ്പോഴത്തേക്ക് നമ്മൾ മുതിരയിലെ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെയാണ് കേട്ടോ കുഞ്ഞാപ്പൂര് തിന്നാൻ കൊടുത്ത് ഒരു 8 മണിയൊക്കെ കഴിഞ്ഞു. അവർ പോകുമ്പോൾ 7:45 കുഞ്ഞാപ്പൂര് തിന്നാൻ കൊടുക്കുമ്പോൾ 8 മണിയൊക്കെ ആകാനായിട്ടുണ്ട് കേട്ടോ. അത് ബെഡ്ഷീറ്റൊന്നും മടക്കിയിട്ടിട്ട് പുതപ്പ് മടക്കിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അന്നേരം ഇവർക്കും കൂടെ തിന്നാനും കൂടെ കൊടുത്തതിൻ്റെ ബാക്കി അടുക്കൽ പെറുക്കൽ പരിപാടികളൊക്കെ അങ്ങോട്ട് ചെയ്യണം. കാരണം അടുക്കളയിൽ അടുപ്പിൻ്റെ അടുത്തുള്ള പരിപാടികൾ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് തിന്നാനും കൊടുത്തതിന് രാവിലത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, അകമൊക്കെ അടിച്ചു വാരാനുണ്ട്. അന്നേരം ഇവർക്ക് തിന്നാൻ കൊടുത്തു കഴിഞ്ഞാലാണ് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഇവിടെ കിടും. എൻ്റെ കയ്യിലൊക്കെ കയറി കടിക്കാട്ടോ. ഒരു ദിവസം ഇങ്ങനെ തിന്നാൻ കൊടുക്കുമ്പോൾ ഇന്ന് എന്താ അറിയില്ല നല്ല കുട്ടിയായിട്ട് തിന്നുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ കാണില്ല. ചില ദിവസം ഭയങ്കര സൂപ്പറാണെന്ന് കേട്ടോ പറയുന്നത്. അവൾക്ക് തിന്നാൻ കൊടുക്കലൊക്കെ കഴിഞ്ഞു. ഇതാ ചക്കരേൻ്റെ മാറ്റലും പരിപാടികളൊക്കെ കഴിഞ്ഞു. അവളെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കണം. എനിക്ക് അങ്ങനെ മുടി കെട്ടാനൊന്നും അറിയില്ല കേട്ടോ. വലിയ ഫാഷനിൽ മുടിയൊന്നും കെട്ടാൻ അറിയില്ല. അന്നേരം പൊന്നൂസ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മുടിയൊക്കെ കെട്ടിക്കൊടുക്കും കേട്ടോ. അന്നേരം നമ്മൾ ഈ പണ്ടത്തെ ഫാഷനല്ലേ, അന്നേരം ഇവർ കെട്ടും പോലെ ഒന്നും ചെയ്യാനും കെട്ടാനൊന്നും എനിക്കറിയില്ല. ഇവർ പറയും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും, പക്ഷേ എനിക്ക് റെഡി ആവില്ല കേട്ടോ. പൊന്നൂസാണെങ്കിൽ നല്ല ഫാഷനിൽ കെട്ടുകയും ചെയ്യും. പൊന്നൂസ് നേരത്തെ പോകുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആദ്യമൊക്കെ ആണെങ്കിൽ രണ്ടാളും ഒരുമിച്ച് പോകുന്ന സമയത്താണ് ഈ പൊന്നൂസ് മുടിയൊക്കെ കെട്ടിക്കൊടുക്കട്ടെ. നമ്മളെല്ലാം സ്കൂൾ പഠിക്കുമ്പോൾ 2 ദിവസത്തെ ഒരു മുടി കെട്ടലല്ലേ, പിന്നെ എന്ത് ഫാഷനാണ്. ഞാൻ പിന്നെ ഒരു ഫാഷനിൽ മുടി കെട്ടൂല. കുളിച്ചപാടാണെങ്കിൽ ഇങ്ങനെ മുടി ഇങ്ങനെ ലേശം എടുത്തിട്ട് പിന്നീട്ട് അല്ലെങ്കിൽ എന്തും കെട്ടിക്കൂത്തിയിട്ട് അങ്ങ് പോകും. അല്ലെങ്കിൽ എല്ലാം കൂടെ വാരിയിട്ട് ഒരു ക്ലിപ്പ് അങ്ങിട്ടിട്ട് ഞാൻ പോകും കേട്ടോ. അല്ലാണ്ട് വേറെ ഒരു ഫാഷനിൽ ഞാൻ ഇതുവരെ അങ്ങനെ മുടി കെട്ടിയിട്ടില്ല. കെട്ടി അങ്ങനെ ശീലമില്ല കേട്ടോ. എൻ്റെ കല്യാണത്തിന് പോലും ഒരു ഫാഷനിലൊന്നും മുടി ഞാൻ കെട്ടിയിട്ടില്ല കേട്ടോ. ഒറ്റെല്ലാം കൂടെ വാരി ഒരു ക്ലിപ്പിടലാണ് കേട്ടോ. അന്നൊക്കെ അങ്ങനെയാണ്, ഇങ്ങനെ ഫാഷനൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് അറിയില്ല. ഞാൻ പിന്നെ ഫോണിലൊന്നും നോക്കിയിട്ടൊന്നും കണ്ടുപിടിക്കാനൊന്നും നിന്നിട്ടൊന്നുമില്ല കേട്ടോ. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ചേച്ചി അനിയത്തിയും കൂടെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അവൾ കെട്ടിക്കൊടുത്തോളുണ്ട്. അന്നേരം അങ്ങനെ പോകും. ഇപ്പോൾ സമയം ഒരു 8:30 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 8:30 മണി ആയിട്ടുണ്ട്. അന്നേരം അവളെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് അവളെ കലാപരിപാടികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. അന്നേരം അവളെ പണികൾ എടുക്കുന്നേരം കൊണ്ട് വേഗം തീർത്ത് വെച്ച് എനിക്ക് വീഡിയോ എടുത്ത് തരാൻ വേണ്ടി വന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ രാവിലത്തെ പാത്രങ്ങളൊക്കെ കഴുകണം. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ അകടിച്ചു വാരലും ഒതുക്കിപ്പെറുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് പോകുന്നതാണ്. അകത്ത് ഒതുക്കിപ്പെറുക്കലൊക്കെ കഴിഞ്ഞാലാണ് നമുക്ക് പാത്രമൊക്കെ കഴുകാണ്ടെങ്കിൽ എല്ലാം ഇങ്ങോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അകത്ത് ഒതുക്കിപ്പെറുക്കൽ കഴിയാതെ പാത്രം കഴുകിയാൽ പിന്നെയും പാത്രം കഴുകേണ്ടില്ല. എനിക്കത് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ് കേട്ടോ. ഇവരൊക്കെ ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് പാത്രമൊക്കെ കഴിയുമ്പോൾ ഉണ്ടാവും ഓരോരോ പാത്രങ്ങളായിട്ട് ഇങ്ങനെ വരുന്നത്. എനിക്കത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. അന്നേരം പാത്രങ്ങളൊക്കെ കഴുകുക. അതിൻ്റെ ഇടയിൽ കൂടി ഇനി കരിപ്പാത്രം കഴുകണം. കരിപ്പാത്രം കഴുകൽ ഞാൻ നമ്മളെ ചാരല്ലേ, വെണ്ണീര് എന്നൊക്കെ പറയും, അടുപ്പിൻ്റെ അകത്തുള്ള അത് എടുക്കാൻ പോകേണ്ടത്. അതിട്ടിട്ടാണ് ഞാൻ കരി കഴുകുക. ഇവിടെ അമ്മയൊക്കെ കരി പൊടിച്ച് വെക്കും. കരി പൊടിച്ച് വെച്ചിട്ട് ആ കരി ഇട്ടിട്ടാട്ടോ കഴുകുക. ഞാനത് മടിയായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യാത്ത. കരിയിട്ട് തേച്ചാൽ നന്നായി വെളുക്കൂട്ടോ പാത്രം. ഞാൻ അന്നേരം അതിൻ്റെ ചാരം എടുത്തിട്ട് നന്നായി സോപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ചകിരി ഇട്ടിട്ട്, നമ്മളെ ചകിരി ഇല്ല അതിട്ടിട്ടാണ് കേട്ടോ തേക്കുന്നത്. സ്റ്റീൽ ചകിരി ഒന്നല്ല, സാധാ ചകിരി ഇട്ടിട്ടാണ് തേക്കുന്നത്. അങ്ങനെ തന്നെ തേക്കുമ്പോൾ തന്നെ അത്യാവശ്യം നിറം വെക്കും കേട്ടോ പാത്രങ്ങൾ. കരിപ്പാത്രങ്ങളല്ലാത്ത ഇങ്ങനത്തെ പാത്രത്തിലൊന്നും പിന്നെ വേറെ കരിയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ കുക്കറിൻ്റെ അടി ഗ്യാസിൽ വെച്ച് ഒരു കറുപ്പ് വീണിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ സ്റ്റീൽ ചകിരിയൊക്കെ ഇട്ട് ഉരച്ചാൽ പോവും. പക്ഷേ അങ്ങനെ ഇട്ട് ഉരച്ചിട്ട് കുക്കർ വേഗം ഓട്ട വീഴുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടിഭാഗം ഓട്ട വീഴുന്നൊരു പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അധികം അവിടെ അമർത്തി അങ്ങനെ ഉരയ്ക്കില്ല. ഒരുവിധം ഇങ്ങനെ കരി നമ്മൾ ഗ്യാസ് തീരാനാകുമ്പോൾ ഒരു കരി പിടിക്കില്ല. ആ ഒരു അവസ്ഥ വരുമ്പോൾ ഞാൻ ഒന്നിങ്ങനെ തേച്ച് കൊടുക്കുന്നല്ലാണ്ട് അമർത്തി അങ്ങ് ഉരച്ച് കളയലില്ല കേട്ടോ. അന്നേരം എല്ലാം ഒന്ന് തേച്ച് കഴുകിയെടുക്കണം. എനിക്ക് പാത്രം കഴുകൽ കുറച്ച് മടിയുള്ള കാര്യമാണ്. പക്ഷേ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ചെയ്തല്ലേ പറ്റൂ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണ്ടേ. അന്നേരം പിന്നെ ചെയ്തേ പറ്റുള്ളൂ. അന്നേരം അതിൻ്റെ ഇടയിൽ കൂടെ ചക്കര ഇതാ പോയി. അവളിത് ചെടി ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് തവണ നട്ടു കേട്ടോ. ഒരുപാട് തവണ നട്ടിട്ട് പിടിക്കുന്നില്ല. ഇപ്രാവശ്യം ഒരു ചെറിയ കൊമ്പ് നട്ടിട്ട് അതിലൊരു പൂവൊക്കെ വിരിഞ്ഞിട്ട്. അന്നേരം ചക്കര അതിൻ്റെ ഇടയിൽ കൂടെ അതെടുക്കാൻ പോയി വരുമ്പോഴത്തേക്ക് എൻ്റെ പാത്രം തേക്കലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
നമ്മുടെ ചോറും കാലത്തിൻ്റെ അടി മാത്രം അങ്ങനെ കരി തേക്കലില്ല. അടിഭാഗം നമ്മളങ്ങനെ അധികം തേച്ച് കഴിഞ്ഞാൽ അടുപ്പത്ത് പിന്നെ വെക്കുന്നല്ല. അന്നേരം അടിഭാഗം കരി തേച്ച് കളയുന്നല്ലാണ്ട് ഇങ്ങനെ പോകും ഇതാക്കലില്ല കേട്ടോ. ഇങ്ങനെ അങ്ങ് തേച്ചെടുക്കലാണ്. പിന്നെ ഇതാ പാത്രം ഉണ്ട് കുഞ്ഞുൻ്റെ. അന്നേരം പാത്രം കഴുകി അവിടെയൊക്കെ ഒന്ന് കല്ലണം കഴുകി വൃത്തിയാക്കി ഇടണം. അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ചോറിൻ്റെ വറ്റൊക്കെ എന്തെങ്കിലും വീണ് എന്തെങ്കിലുമൊക്കെ എണ്ണ മെഴുക്കുണ്ടെങ്കിൽ അവിടെ അങ്ങനെ കിടക്കും. അന്നേരം അവിടെയൊക്കെ നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കഴുകിക്കോട്ടെ. അവിടെയൊക്കെ ഫുള്ള് പ്ലാസ്റ്റിക് ഇട്ടച്ചാണ് കേട്ടോ. വെള്ളം വീഴുന്നതുകൊണ്ട് വെള്ളം പ്ലാസ്റ്റിക് ഇട്ട് വെച്ചിട്ട് അന്നേരം അവിടെയൊക്കെ വെള്ളം മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ഷീറ്റിൽ നിന്ന് വെള്ളം കുത്തി ഒലിച്ച് വീണ് അവിടെയൊക്കെ ഓട്ടയാവും. അതുകൊണ്ടാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളമൊക്കെ മുക്കിക്കൊണ്ടച്ചു ഇത് അലക്കാൻ പോകാൻ കേട്ടോ. ഇന്നിപ്പോൾ വേറെ അലക്കുന്ന പുഴയത്തെ വീഡിയോസോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. എന്ന് പുഴയത്തെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ എല്ലാവർക്കും ബോറടിക്കൂല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നല്ല വെയിലെറിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് അലക്കി വന്നപാടന്നെ പോയി ചക്കര പോയിട്ടോ സ്കൂളിൽ. അതിൻ്റെ ഇടയിൽ കൂടെ അലക്കി വന്നപാടന്നെ ഞാൻ അരി ഉണക്കാൻ വേണ്ടിയിട്ട് കഴുകി ഉണക്കാൻ വേണ്ടിയിട്ട് അരി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒറ്റയ്ക്ക് തന്നെയാണ് വീഡിയോസ് എടുക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങിയും പിടിച്ചൊക്കെ വീഡിയോസ് പോകും കേട്ടോ. അന്നേരം ഒന്ന് ക്ഷമിച്ചാളെല്ലാവരും. അന്നേരം ഒരു കയ്യിൽ ഫോണും പിടിച്ച് ഒരു കയ്യിൽ അരിയും പിടിച്ചിട്ടാണ് ഈ പോണത്. ആദ്യമേ മേശയൊക്കെ മേലെ കൊണ്ടിട്ടു ഒരു മുണ്ടൊക്കെ വിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യമേ വീഡിയോസ് എടുക്കാൻ ആളുണ്ടെങ്കിലല്ലേ നമുക്ക് പുറത്തെ വീഡിയോസ് എടുക്കൽ നടക്കുള്ളൂ. അല്ലാണ്ട് സ്റ്റാൻഡൊക്കെ കൊണ്ടുപോയിട്ട് മുകളിൽ കൊണ്ടുവയ്ക്കണ്ടേ നമ്മൾ. അതുകൊണ്ടുള്ള പാടാണ് കേട്ടോ. അന്നേരം അരി പുഴുങ്ങലരിയും പച്ചരിയും കൂടെ ഉണ്ടോ മിക്സ് ആക്കിയിട്ട് അതിൽ വെള്ളം ഊറ്റിയൊന്നും വെച്ചിട്ടില്ല. വേഗം ഇടുകയാണ്. എന്താ വെച്ചാൽ വെയിൽ പോയാലും ഉണങ്ങി കിട്ടാൻ പാടായതുകൊണ്ടാണ് വേഗം തന്നെ കൊണ്ടിടുകയാണ് കേട്ടോ. രാവിലത്തെ വെയിൽ ഒരു ഉച്ചക്ക് 2 മണി വരെയൊക്കെ വെയിൽ എറിക്കുന്നുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് മൂടിക്കെട്ടിയ അവസ്ഥ വരുന്നുണ്ട് കേട്ടോ. അന്നേരം രാവിലത്തെ ചൂടിനാണ് അരിയൊക്കെ വേഗം ഉണങ്ങി കിട്ടുള്ളൂ. ഇത് റേഷൻ അരിയാണ്. റേഷൻ കടയിൽ തന്നെ കിട്ടുന്ന പച്ചരിയാണ് കേട്ടോ. അന്നേരം ഇത് ഞാൻ ഓരോ മാസവും കിട്ടുന്ന അരിയിനകത്ത് ബാലൻസ് വരുന്ന അരികളൊക്കെ എടുത്ത് മാറ്റി വയ്ക്കും. ലേശമൊക്കെ ആകുമ്പോൾ നമുക്ക് ചോറിന് വെക്കാൻ തികയാതെ വരുന്ന അരികളൊക്കെ എടുത്ത് മാറ്റി വയ്ക്കും. പിന്നെ അതിനകത്ത് കുറച്ച് പുഴുങ്ങലരിയും കൂടെ എടുത്ത് വെച്ചിട്ട് അങ്ങനെ കഴുകി ഉണക്കലാണ് കേട്ടോ. അപ്പോൾ കഴുകി ഉണക്കിയത് മഴയ്ക്ക് മുന്നേ കഴുകി ഉണക്കിയതായതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വാർപ്പിൻ്റെ മുകളിൽ കയറ്റിയിടാൻ പറ്റൂല. അവിടെ കയറാൻ ആളില്ല. പിന്നെ സ്റ്റെയറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കയറാനും പറ്റൂല. അതുകൊണ്ട് ഞാൻ അധികം ഇങ്ങനെ മേശ കൊണ്ടുപോയി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇടലാണ് കേട്ടോ. എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറേ കുരങ്ങന്മാർ വന്നു കേട്ടോ. അന്നേരം വീഡിയോ ആദ്യം ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ മറന്നുപോയി. പിന്നെ കേട്ടോ വീഡിയോ എടുക്കുന്ന കാര്യം ഓർമ്മ വന്ന കുരങ്ങന്മാർ കുറേ ഉണ്ടായിരുന്നു വീടിന് ചുറ്റും. ഞാൻ കല്ലൊക്കെ എറിഞ്ഞിട്ടാണ് കേട്ടോ പോയത്. അന്നേരം ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ഓക്കെ ബായ്.